എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് ദിക്കിലും മുക്കിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് ദിക്കിലും മുക്കിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞതിൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞതിൻ കാരണം നമ്മൾ മലയാളി. പെട്രോൾ പമ്പില് ബംഗാളി, ഇന്ന് പെട്ടിക്കടയില്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് കോഴിക്കോട് 22 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പ്രാദേശികമായി നന്നായി അറിവുള്ള ആളുകളെ തന്നെയാണ് സ്ഥാനാർത്ഥികളായി നിർത്തിയിരിക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തത്. ഇനി 27 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിക്കാനുണ്ട്. അത് വരുന്ന 12-ാം തീയതിക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഇതിലുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പട്ടികയിലായിരിക്കും മേയർ സ്ഥാനാർത്ഥിയുടെ പേരും വെളിപ്പെടുത്തുക. ഏതായാലും നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് അത്താണിക്കൽ വാർഡിലെ സ്ഥാനാർത്ഥിയായ പ്രശാന്താണ്. പ്രശാന്ത്, ഈ സ്ഥാനാർത്ഥികൾക്ക് നൽകിയ സ്വീകരണത്തിന് പിന്നാലെ തന്നെ ഇവിടെ പാട്ടുപാടി ആളുകളെ കയ്യിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പല റീലുകളും പ്രശാന്ത് ഇടാറുണ്ട്. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു, അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് താങ്കൾക്ക് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും തന്നെ അതിന് വളരെ കറക്റ്റായിട്ട്, വളരെ വ്യക്തമായിട്ട്, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പോകുന്നത്. എന്തായാലും ഞങ്ങൾ ആ വാർഡ് തിരിച്ചു പിടിക്കും. കാരണം അവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷൻ്റെ കാര്യസ്ഥത, ഇതിനെല്ലാം എതിരായിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് അവിടെയുള്ള നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ആ വാർഡ് എന്തായാലും തിരിച്ചു പിടിക്കും. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ചും പല പ്രശ്നങ്ങളും റീലായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവിടെ? അല്ല, ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റീലിലൂടെ ചെയ്ത് തന്നെ, ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥി ആവുന്നതിന് മുൻപ് ചെയ്ത റീലുകളാണ്. അതായത് നമ്മളവിടെ ഒരു മരം വീണ് കിടക്കുന്നതുണ്ട്, അതുപോലെ തന്നെ കാരപ്പറമ്പ് നടപ്പാത, അത് നമ്മൾ ആ റീൽ ചെയ്തതിന് ശേഷം തന്നെ 2 ദിവസം കൊണ്ട് തന്നെ അവിടെയുള്ള സർവേ കുറ്റി അവിടുന്ന് പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ വാർഡിലുള്ളതും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ റീലുകളായി തുടരും. അതുപോലെ തന്നെ എൻ്റെ പാർട്ടി പ്രവർത്തനവും എൻ്റെ വാർഡുകളിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെതായ രീതിയിൽ തുടരും. പ്രചരണവും ഇതുപോലെ സമൂഹ മാധ്യമങ്ങളും കൂടെ ഉപയോഗിച്ചായിരിക്കും പ്രചരണം നടക്കുക? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പഴയ പോലെ ഒരുപാട് പോസ്റ്റർ ഒട്ടിച്ച്, ഒരുപാട് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് ചുമരിൽ പെയിന്റ് അടിച്ച്, അതിനേക്കാൾ ഉപരി ഇപ്പോൾ സമൂഹ മാധ്യമം, നമ്മളെപ്പോലുള്ള യുവാക്കളും എല്ലാവരും ഇപ്പോൾ ഏതൊരാളെ കയ്യിലും നോക്കിയാൽ നമ്മൾ കാണുക ഫോണാണല്ലോ. അപ്പോൾ ഈ ഫോണിലൂടെ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ നല്ലൊരു പ്രചരണം ഉണ്ടാവും. നേരത്തെ ഇവിടെ ഇപ്പോൾ ഒരു പാരഡി ഗാനം പാടി, നമുക്ക് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും പാരഡി ഗാനം ഉണ്ടോ കയ്യിൽ? മറ്റേത് ഞാൻ കൊറോണ സമയത്ത് എഴുതിയൊരു പാട്ടുണ്ട്. ലോക്ക്ഡൗണിൽ വീട്ടിൽ ഇരിക്കും നേരം വെയിലൊന്നും കൊള്ളാതെ ഗ്ലാമറായി, വെയിലത്ത് ജോലിക്ക് പോയ നേരം കളറെല്ലാം മങ്ങിക്കറുത്തിരുന്നു, ബ്യൂട്ടി പാർലർ പൂട്ടിപ്പോയി, ചില പെണ്ണുങ്ങളൊക്കെയും പെട്ടുപോയി, ബ്യൂട്ടി പാർലർ പൂട്ടിപ്പോയി, ചില പെണ്ണുങ്ങളൊക്കെയും പെട്ടുപോയി, ചമയങ്ങളില്ലാതെ കാണും നേരം പാടത്തെ കണ്ണേറു കോലമായി. ഇങ്ങനെ തുടങ്ങുന്ന വരികളാണ്. കോൺഗ്രസ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി 27 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കൂടിയാണ് പ്രഖ്യാപിക്കാനുള്ളത്. വരുന്ന 12-ാം തീയതിക്ക് ശേഷമായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. ഇതിലായിരിക്കും മേയർ സ്ഥാനാർത്ഥിയെയും കോൺഗ്രസ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടാവുക. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.